ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, സാധാരണഗതിയിൽ ഇപ്പോ നമ്മള് സാധാരണയായിട്ട് ചിന്തിച്ചാൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന യുവതി മരിക്കാനിടയായ ഒരു സാഹചര്യം ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ തന്നെയാണ്. അതായത് ഉപയോഗിക്കേണ്ടാത്തതായിട്ടുള്ള ഒരു കെട്ടിടമാണ്. 10 വർഷമായി അത് പൊളിക്കാൻ വെച്ചേക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ 10 വർഷം, ഈ നീണ്ട കാലയളവിൽ അത് പൂട്ടി പുതിയ ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിക്കേണ്ടതായിരുന്നു. ഇപ്പൊ അത് പൂട്ടിയിട്ടിരുന്നെങ്കിൽ പോലും അത് ഇങ്ങനെ പൊളിഞ്ഞു വീണാൽ അത് അവിടെ ചുറ്റുപാടുമുള്ളവരെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പൊ ആ കെട്ടിടം ഇങ്ങനെ നിലനിർത്തിയിരുന്നത് തികച്ചും ഒരു അനാസ്ഥ തന്നെയാണ്. ഒരു വ്യക്തിയുടെ, ഒരാളിന്റെ മരണത്തിന് വരെ കാരണമായതാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രിയുടെ പേര് ശരിക്കും ഒരു കൊലപാതകത്തിന് തന്നെ കേസ് എടുക്കേണ്ട കാര്യം തന്നെയാണ്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. കേസെടുക്കുന്നത് പോട്ടെ, ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷത്തിൽ നിന്നും BJP-യിൽ നിന്നും ആവശ്യം തുടർച്ചയായി ഉയരുകയാണ്. അപ്പോ മിനിമം ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ ഒരു കുലുക്കവും ഇല്ലാതെ ഇരിക്കുകയാണ്. നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ എത്ര ധാർഷ്ട്യത്തോടെയാണ് പറയുന്നത്. ജനങ്ങൾ വോട്ട് കൊടുത്താണ് ഇവരെ തെരഞ്ഞെടുത്ത് വെച്ചേക്കുന്നത്. ആ ജനങ്ങൾക്ക് പുല്ലുവില കൊടുക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് പാർട്ടി സെക്രട്ടറി പോലും നടത്തിയിരിക്കുന്നത്. രാജിവെക്കാൻ ആവശ്യപ്പെടുന്നത്, രാജിവെക്കാൻ, അതൊക്കെ ഇങ്ങനെ ചുമ്മാ ആവശ്യപ്പെടും. അതായത് നിസ്സാരവൽക്കരിക്കുകയാണ് ജനങ്ങളെ. അപ്പൊ ഇതിനെതിരെ എന്താണ് ശരിക്കും ഇനി ജനങ്ങൾ ചെയ്യേണ്ടത്? ഇത് ഈ ഒരു ബിന്ദുവിന്റെ വിഷയം മാത്രമായി കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. സത്യത്തിൽ രണ്ടാം പിണറായി സർക്കാരിലെ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിതമായ, അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ ഇനാക്റ്റീവായ വകുപ്പാണ് ആരോഗ്യവകുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നമുക്കിപ്പോ മനസ്സിലായതല്ല. സത്യത്തിൽ ഈ ഒരു വിഷയത്തോടു കൂടി മന്ത്രി വീണ രാജിവെക്കണമെന്ന് പറയുന്നതിനെ അനുകൂലിക്കാമോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു വിഷയം മാത്രമല്ലല്ലോ, ഇതിനു മുമ്പ് എത്രയോ മുമ്പ് വീണ രാജിവെച്ച് പോകേണ്ട ഒരാളായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇതിലും ഗുരുതരമായ പ്രശ്നമല്ലേ ഒരു മെഡിക്കൽ കോളേജിൽ ഏറ്റവും കുറഞ്ഞത് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങേണ്ടി വരുന്ന സാഹചര്യം എന്നുള്ളത്. മെഡിക്കൽ കോളേജ് എന്ന് നമുക്കറിയാം, മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം പറ്റുന്ന ആൾക്കാരെയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നതും ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നതും. ഒരു ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും. അല്ലെങ്കിൽ മറ്റ് ആശുപത്രികൾ, പ്രാഥമിക കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ആശുപത്രികൾ മുതൽ അവിടെ വരെ എത്തുമ്പോഴേക്കും ജീവൻ മരണ പോരാട്ടത്തിന്റെ അടുത്തെത്തിയിരിക്കും. അപ്പോൾ ഒരു ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഓപ്പറേഷൻ വേണ്ട സാഹചര്യത്തിൽ പോലും അതിനുള്ള ഉപകരണങ്ങളില്ല, മരുന്ന് കൃത്യമായി ലഭ്യമാകുന്നില്ല, ഏതെങ്കിലും ഡോക്ടർമാർക്ക് പ്രശ്നമുണ്ടായാൽ അതിനെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോ ഇത് എന്താണ് ആരോഗ്യവകുപ്പിൽ നടക്കുന്നതെന്ന് അറിയാത്തൊരു ആരോഗ്യമന്ത്രിയാണ് നമുക്കുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഈ ആദ്യഘട്ടം മുതൽ തന്നെ ആരോഗ്യവകുപ്പ് വീണ ജോർജിനെ ഏൽപ്പിച്ചതിന് ശേഷം ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായിട്ടുള്ള ഒരു വകുപ്പ് തന്നെയാണ് ആരോഗ്യവകുപ്പ്. ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി എന്നും വിവാദങ്ങളാണ്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കിയാൽ എന്താണ്, ആരോഗ്യവകുപ്പിലെ അതിന്റെ ഭാഗമാണല്ലോ ഈ ആശാ വർക്കർമാരും ഒക്കെ. അപ്പോ ആശാ വർക്കർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമരം തീർന്നിട്ടില്ല. ഏതാണ്ട് 150 ദിവസത്തിലേറെയായി ആശാ വർക്കർമാർ റോഡിൽ ഇരിക്കുകയാണ്. അവർക്കടക്കം എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ചെറിയ വേതന വർധനവ് പോലും വരുത്താൻ കഴിയാത്ത രീതിയിൽ കേന്ദ്രത്തിലേക്ക് പോകുന്നു. കേന്ദ്രമന്ത്രിയെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഒരു അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെ ഡൽഹിക്ക് ടൂറിന് പോയ വീണ ജോർജിനെ നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ വകുപ്പിൽ വീണ ജോർജ് രാജിവെക്കേണ്ടത് ഈ ഒരു വിഷയത്തോടെയല്ല, വീണ ജോർജ് എന്നേ രാജിവെച്ച് പോകേണ്ട ഒരാളായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ സത്യത്തിൽ KK ശൈലജയെ ഇല്ലാതാക്കാനോ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ആരോഗ്യവകുപ്പിന്റെ മേന്മ പറഞ്ഞുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. കോവിഡ് ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്നും PPE കിറ്റ് കുറെ പണമൊക്കെ ഉണ്ടാക്കി ഇവർ അടിച്ചു മാറ്റിയെങ്കിലും PPE കിറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് PPE കിറ്റ് ഫലപ്രദമായി വിതരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വീണ ജോർജിനെ മന്ത്രിയാക്കുകയായിരുന്നു. ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും ചില ജാതി സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും ഒക്കെയാണ് നമുക്കറിയാം. സഭകളുടെ സമ്മർദ്ദമാണ് വീണ ജോർജിനെ മന്ത്രിയാക്കിയെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ സ്ഥാനാർത്ഥിത്വം പോലും സഭയുടെ സ്ഥാനാർത്ഥിയാണ് വീണ ജോർജ്, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ സഭയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും സഹിക്കുകയല്ലാതെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗമൊന്നുമില്ല. പിന്നെ ഇത് താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ, പൊതുപ്രവർത്തനവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് വീണ ജോർജ്. ഇപ്പൊ പത്രപ്രവർത്തകരൊക്കെ പൊതുപ്രവർത്തകരുടെ ഗണത്തിലൊക്കെ പെടുമെങ്കിലും ഈ പത്രപ്രവർത്തകർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ റിപ്പോർട്ടർമാരാണ്. ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ജനങ്ങളുമായി സംവദിക്കുകയോ ചെയ്യുന്നവര് റിപ്പോർട്ടർമാരാണ്. ബാക്കി ഡെസ്കിലുള്ളവരും ആങ്കർമാരും ഒക്കെ ഈ സാധാരണ ജനങ്ങളുമായി ബന്ധമില്ലാത്തവരാണ്. അവർക്ക് ബന്ധമുള്ളത് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന രാഷ്ട്രീയക്കാരോടൊക്കെയാണ്. സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളോ അല്ല വീണ ജോർജ്. നമുക്കറിയാം വീണ ജോർജിന് ഒരു പൊതുപ്രവർത്തന പാരമ്പര്യമോ കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷമോ അക്കാദമിക് രംഗത്തോ
ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഒരു പൊതുപ്രവർത്തന പാരമ്പര്യവും വീണ ജോർജിനില്ല. ആകെ ഉണ്ടായിരുന്നത് ഇന്ത്യ വിഷന്റെ ആങ്കർ ആയിരുന്നു എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമായിരുന്നു. അതുകൊണ്ട് 4 പേര് അറിയുന്നു എന്നുള്ളത് കൊണ്ടും സഭയുടെ സ്ഥാനാർത്ഥിയെ വന്നതുകൊണ്ടുമാണ് വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയത് നമുക്കറിയാം. അപ്പോ പൊതുപ്രവർത്തനത്തിൽ ഒരു പാരമ്പര്യവും ഇല്ലാത്ത ഒരാളെ ഒരു സുപ്രഭാതത്തിൽ ആദ്യത്തെ അവരുടെ പോസ്റ്റിംഗ് തന്നെ മന്ത്രി എന്ന രീതിയിലാണ്. നമുക്കറിയാമല്ലോ, ഏതൊരു സ്ഥലത്ത് ഇപ്പോ നമ്മളൊരു ജോലിക്ക് കയറിയാൽ തന്നെ നമുക്കൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ട്. അതിനുശേഷമാണല്ലോ നമ്മൾ ഒരു സ്ഥലത്തേക്ക് സ്ഥിരമാവും. അപ്പൊ ആ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടും. ഇത് ആ ജയിച്ച അടുത്ത ദിവസങ്ങളിൽ മന്ത്രിയായ ഒരാളാണ്. ആകെ പൊതുപ്രവർത്തനത്തിൽ ഉള്ള ഈ കഴിഞ്ഞ 4 വർഷം അത് പൊതുപ്രവർത്തനം ചെയ്തിട്ടുമില്ല. ആ 4 വർഷത്തെ ഒരു ഇതല്ലാതെ ഒന്നും വീണ ജോർജിന് അവകാശപ്പെടാനില്ല. അപ്പോ നമുക്ക് നല്ല രീതിയിൽ വീണ ജോർജിന് പ്രാക്ടീസിന്റെ കുറവുണ്ട്. എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, ആരോഗ്യവകുപ്പ് എങ്ങനെയാണ്, അല്ലെ ആരോഗ്യവകുപ്പിന്റെ എങ്ങനെയാണ് ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് കൊണ്ട്, ഇതൊന്നും വീണയ്ക്ക് അറിയില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോ ആ അറിവില്ലായ്മ തന്നെയാണ് ഇവിടെ വലിയ വില്ലനായി നിൽക്കുന്ന കാര്യത്തിൽ സംശയമില്ല. വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് തൊട്ട് ആരോപണ വിധേയമാകുന്ന കാര്യങ്ങൾ തൊട്ട് ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ന്യൂസ് മേക്കർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പിണറായി സർക്കാരിന്റെ കാലത്ത്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കെ ശൈലജ ആയിരുന്നെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്തും ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയായ വീണ ജോർജാണ്. എന്നാൽ വീണ ജോർജിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ ഉള്ളപ്പോഴും വീണ ജോർജിന്റെ സുഖ സൗകര്യങ്ങൾക്ക് ആശുപത്രിയിൽ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. വീണ ഇപ്പൊ 3 വസതിയാണ് ഔദ്യോഗിക വസതി മാറിയിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ഈ കെ ശൈലജ അടക്കം താമസിച്ചുകൊണ്ടിരുന്ന 5 വർഷവും കെ ശൈലജ താമസിച്ച നിള എന്ന് പറയുന്ന കന്റോൺമെന്റിന് സമീപത്തുള്ള ഒരു വസതിയായിരുന്നു, ഔദ്യോഗിക വസതിയായി ആദ്യം നിശ്ചയിച്ചിരുന്നത്. വന്നപ്പോൾ മുതലാണ് അവിടെ അസൗകര്യം പറഞ്ഞുകൊണ്ട് 50 ലക്ഷം രൂപയാണ് വീണ ജോർജ് വാങ്ങിച്ചെടുത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അതിനുശേഷം ഉടൻ വീണ്ടും അസൗകര്യം പറഞ്ഞു. അതിനുശേഷം പിണറായി വിജയൻ വീണയ്ക്ക് ഒരു ആഡംബര ഫ്ളാറ്റ് തന്നെ കവടിയാറിൽ എടുക്കാനുള്ള അനുമതി നൽകി. അങ്ങനെ കവടിയാറിലെ ആഡംബര ഫ്ളാറ്റിലേക്ക് മാറുന്നു. അപ്പോ ആ ഫ്ളാറ്റ് കടന്നപ്പള്ളിക്ക് കൊടുക്കും. കടന്നപ്പള്ളി ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ടും കടന്നപ്പള്ളി ഒരു അസൗകര്യം പറഞ്ഞിട്ടില്ല. 5 വർഷം കെ ശൈലജ താമസിച്ചപ്പോഴും ഈ അസൗകര്യങ്ങളില്ല. അതിനുശേഷം വീണ്ടും ഇപ്പോ അഹമ്മദ് ദേവർകോവിൽ മാറിയ തൈക്കാട് ഹൗസിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ 3 ഔദ്യോഗിക വസതി വീണ ജോർജ് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ മന്ത്രിപദം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനത്തിലുള്ള ഒരു വേദിയല്ല, പകരം തനിക്ക് സുഖിക്കാനും തനിക്ക് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു വേദിയാണ് എന്ന്, അല്ലെങ്കിൽ ഒരു സ്ഥാനമാനമാണെന്ന് ചിന്തിക്കുന്ന ആളാണോ വീണ ജോർജ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും വീണ ജോർജിന്റെ കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും വീണ ജോർജിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാവർക്കും വീണ ജോർജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനേ കഴിയുള്ളൂ. ഇന്ന് നമുക്കറിയാം, ഒരാളുടെ മരണത്തിന് കാരണക്കാരിയായ പി ദിവ്യ പോലും വീണ ജോർജിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കൈസഹായം നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വീണ ജോർജിന് പോലും ആലോചിച്ച് നോക്കണം, BP ലോ ആയ വീണ ജോർജിന് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുകയായിരുന്നു. നാട്ടുവൈദ്യന്മാർ ചെയ്യുന്ന പോലെ, അല്ലെ നമ്മളൊക്കെ പെട്ടെന്ന് അസുഖം വരുമ്പോൾ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാതെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടൊന്ന് കുടിച്ചു നോക്കുമെന്ന് എല്ലാവരും പറയുന്ന പോലെ അങ്ങനെ ഒരു കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്താണ് കൊട്ടാരക്കര മെഡിക്കൽ സെന്റർ, കൊട്ടാരക്കര പ്രാഥമിക ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ വീണ ജോർജിനെ സംഭവിക്കുന്നത്. അപ്പൊ എത്ര മാത്രമാണ് ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി വമ്പൻ പരാജയമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി കോട്ടയത്തെ പ്രശ്നം വന്നാൽ, കോട്ടയത്ത് ഇത്രയും കാലമായി ഈ ബിൽഡിംഗ് അവിടെ പൊളിച്ചു നീക്കാൻ ഇട്ടിരുന്ന ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വീണ ജോർജിനാണെന്ന് ഞാൻ പറയുന്നില്ല. അവിടുത്തെ MLA അടക്കം അതിന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. പൊതുമരാമത്ത് വകുപ്പിനുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് കൂടി ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് നോക്കുകയും ചെയ്യണം. ഇപ്പൊ വീണ ജോർജിനെ സംബന്ധിച്ചപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നു, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ ബിൽഡിങ്ങിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനോ പൊളിച്ചു കളയേണ്ട ബിൽഡിംഗ് ആണെന്ന് പറയാനോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ആ ബിൽഡിംഗ് പൊളിച്ചു കളയണമെങ്കിൽ അത് ചെയ്യണമെന്ന് പറയാനോ ഒന്നും ഒരുപക്ഷെ മന്ത്രിക്ക് അത് അറിയണമെന്നോ അല്ലെങ്കിൽ അത് വ്യക്തമായി മനസ്സിലാക്കണമെന്നോ ഇല്ല. പക്ഷെ ഇവിടെ പൊതുമരാമത്ത് വകുപ്പിനെ, അതുപോലെ തന്നെ ഇവിടുത്തെ മന്ത്രി VN വാസവന്റെ മണ്ഡലത്തിലാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്. അപ്പൊ VN വാസവൻ അടക്കമുള്ളവർ ആ കാര്യത്തിൽ കാണിച്ചത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ കൃത്യമായി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതും മാത്രമല്ല, അവിടെ ഏറ്റവും വലിയ പ്രശ്നമായി വീണ ജോർജിന് വന്ന സഡൻ ആയിട്ടുള്ള പ്രതികരണങ്ങളാണ്. ഇപ്പൊ വന്ദനാദാസ് മരിച്ച സമയത്ത് വീണ ജോർജ് നടത്തിയ പ്രതികരണം എത്ര അപക്വമായിരുന്നു. വീണ ജോർജ് പറയുന്നത് കുത്തേറ്റ് മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് ഡോക്ടറിന്റെ പരിചയക്കുറവ് കൊണ്ടാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ വീണ ജോർജിനെ എത്രയോ തവണ ആരൊക്കെ കുത്തിക്കൊല്ലേണ്ടതാണ്. അങ്ങനെ പരിചയക്കുറവ് കൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ വീണ ജോർജിനെ ആരൊക്കെ കുത്തിക്കൊല്ലേണ്ടതാണെന്ന സംശയം നമുക്ക് ഉണ്ടാവുന്നില്ലേ. അപ്പൊ അങ്ങനെ ഒരു ഡോക്ടർക്ക് സുരക്ഷയോടെ ആശുപത്രിയിൽ ഒരു രോഗി എത്തുമ്പോൾ നോക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സെക്യൂരിറ്റി അവിടെ ഇല്ല, സുരക്ഷാ സംവിധാനങ്ങളില്ല എന്ന് പറയുമ്പോൾ ആ ആരോഗ്യരംഗത്തെ എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് നമുക്കറിയാം. ആരോഗ്യരംഗത്ത് മുൻപന്തിയിലാണെന്ന് പറയുമ്പോഴും ഈ വീണ ജോർജ് അടക്കമുള്ളവർ
ഇവർക്ക് ഈ മെഡിക്കൽ കോളേജ് നന്നാക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മന്ത്രിമാരും ചികിത്സ തേടുന്നത് പല സ്ഥലങ്ങളിലാണ്, സ്വകാര്യ ആശുപത്രികളാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മൂക്കിന് താഴെയാണ് ശിവൻകുട്ടി ഉള്ളത്. ശിവൻകുട്ടി ശിവൻകുട്ടിയും ഭാര്യ പാർവതിയും ചികിത്സ തേടിയിട്ടുള്ളത് കിംസ് ആശുപത്രിയിലാണ്. 10 ലക്ഷം രൂപ അതിനായി നിയമസഭയുടെ ചെലവിൽ നിന്ന് നിയമസഭയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, മെഡിക്കൽ റീംബേഴ്സ്മെന്റ് വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ കൃഷ്ണൻകുട്ടി, മിനിസ്റ്റർ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ കോയമ്പത്തൂരെ മെഡിക്കൽ കോളേജുകളെയാണ് ആശ്രയിക്കുന്നത്. മന്ത്രി കൃഷ്ണൻകുട്ടിയാണെങ്കിൽ കോയമ്പത്തൂരെ ആശുപത്രികളെയാണ്. MP രാജേഷ് ആണെങ്കിൽ കൊച്ചി ലിസി ആശുപത്രിയിലാണ്. ശ്രീരാമകൃഷ്ണൻ ആണെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എല്ലാ ആൾക്കാരും ഇവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയാണ് ഇവരെല്ലാം ഡോക്ടർമാരെ കാണാനായി ഉപയോഗിക്കുന്ന, അല്ല ചികിത്സ തേടുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇന്ത്യയിലെ ആശുപത്രികളിൽ ചികിത്സ തേടുമ്പോഴാണ് ഏറ്റവും മികച്ചതെന്ന് അവകാശപ്പെടുന്ന, ഏറ്റവും മികച്ച മെഡിക്കൽ സംവിധാനമുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നും എന്താണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ ഇവരെ ആരെയും ഇത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മന്ത്രിമാരെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ ഇപ്പോ നിയമസഭയിലെ അടുക്കള അല്ലെ ക്യാൻറ്റീൻ അങ്ങനത്തെ വിഷയങ്ങളിൽ, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ലിഫ്റ്റ്, തൊഴുത്ത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർക്ക് പ്രാധാന്യമുണ്ട്. കാരണം അത് അവരെ ബാധിക്കുന്ന വിഷയമാണ്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റും ഒക്കെ. കാരണം നമുക്കറിയാമല്ലോ, സാധാരണക്കാരാണ് അവിടെ ഒരു തരത്തിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടാൻ കഴിയാത്തവരാണ് അവിടേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെ മാത്രം ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സാധാരണക്കാരനല്ല കേരളത്തിലെ സർക്കാരിന്റെയോ ആരോഗ്യമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെ പരിഗണന ഇനി സാധാരണക്കാർ മനസ്സിലാക്കുകയും, ഏതായാലും ഈ തവണ നമുക്കിപ്പോ വീണ ജോർജിനെ രാജിവെച്ച് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. അടുത്ത സർക്കാർ വരുമ്പോൾ കൃത്യമായ നിലപാടെടുക്കാൻ കേരളത്തിലെ സാധാരണക്കാരന് കഴിഞ്ഞാൽ മാത്രമേ സാധാരണക്കാരന് ചികിത്സ ലഭ്യമാവുകയുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരൻ ഒരു കിറ്റ് തന്നാലോ അല്ലെങ്കിൽ അവസാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു ക്ഷേമ പെൻഷനുകളിലോ 1000 രൂപ കൂട്ടി നൽകിയാലോ 500 രൂപ കൂട്ടി നൽകിയാലോ കെണിയിൽ വീഴരുത്. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ സാധാരണക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ, ഇത്തരത്തിലുള്ള ഒരു വലിയ തിരിച്ചടി ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും, ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കൃത്യമായ തിരിച്ചടി നൽകാൻ ജനങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ജനാധിപത്യം എന്ന വാക്കിന് പോലും, ആ വാക്ക് ജനാധിപത്യമാണല്ലോ, ആ ജനാധിപത്യം എന്ന വാക്കിന് പോലും ഒരു വിലയുണ്ടാകണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാൻ.